ഞാൻ ടീച്ചറോടൊരു വിഡ്ഢി ചോദ്യം ചോദിക്കട്ടെ. വായിക്കൂ സാർ എഴുതിയ എല്ലാ പുസ്തകങ്ങളും? ഇല്ല, സത്യം പറഞ്ഞാൽ അധികം ഒന്നും വായിച്ചിട്ടില്ല. അടുത്ത കാലത്താണ് ഞാൻ വായന തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പലതും വായിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് എഴുത്തിലൊക്കെ എന്നും തുടക്കകാലം തൊട്ട് ബന്ധങ്ങളുടെ ആഴത്തിനാണ് ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുള്ളത്. അതൊരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. സാറുമായിട്ട് അടുപ്പമുള്ളവരും ഇതിന് മുമ്പ് വന്നവരും ഒക്കെ പറയുന്നതാണ്, വളരെ കുറച്ച് നേരം മാത്രം കണ്ടവരോടും കാണിക്കുന്ന സ്നേഹബന്ധം, ആ ബന്ധത്തിൻ്റെ ആഴത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ ഒരു ഭാര്യയായിട്ടാണ് ഞാൻ കാണുന്നത്. എത്ര ആഴത്തിലുള്ളൊരു സ്നേഹബന്ധം കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹത്തിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളുടെ ഭാര്യയാകാൻ കഴിയുക എന്ന് പറയുന്നതല്ലേ ഏത് സ്ത്രീയും മോഹിക്കുന്ന ഒരു കാര്യം അല്ലേ? പൊതുവെ ഞങ്ങളൊക്കെ മാറി നിന്നാണ് എം.ടി. സാറിനെ കാണുക. ഒരു ഗൗരവക്കാരനാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ട് വീട്ടിൽ? ഗൗരവക്കാരെന്ന് പറഞ്ഞാൽ സ്വതവേ തന്നെ അധികം മിണ്ടാത്ത ആളല്ലേ. അപ്പോൾ ഞങ്ങൾ സാധാരണ കാഷ്വലായിട്ട് തന്നെ വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ മുഖത്തോട് മുഖം ഇരിക്കും, പറയാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ചിലപ്പോൾ ചില ദിവസങ്ങളിലൊന്നും മിണ്ടില്ല. അത് പിന്നീടായിരിക്കും അത് ഉരുത്തിരിഞ്ഞ് വരിക. ഈ അസുഖമൊക്കെ വന്ന സമയത്ത് സാർ ഒരുപാട് വേവലാതിപ്പെടുവോ, അതോ പിടിച്ചു നിൽക്കാനുള്ള കരുത്താണോ കൂടുതൽ? ഇല്ല, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മുമ്പൊക്കെ. കാരണം ഈ ഇതിൽ തലയിൽ വന്ന അസുഖം എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്തിരി ഗൗരവമുള്ളതാണല്ലോ. അതിൽ വന്നപ്പോൾ കുറച്ച് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിനോട് എതിർത്ത് നിൽക്കാനുള്ള ഒരു പവർ, വിൽ പവർ, അത് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ഒരുപക്ഷെ അത്ര ഒരു അസുഖം വന്നിട്ട് പോലും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനൊക്കെ എനിക്ക് തോന്നുന്നത് ആ ഒരു വിൽ പവർ ഒരുപാട് സഹായിച്ചു കാണും അല്ലേ? നേരത്തെ സാർ അങ്ങനത്തെ ഒരാളുടെ കഥയെപ്പറ്റി പറയായിരുന്നു. അയാൾ നിനക്കൊന്നുമില്ല, ഒരു അസുഖമില്ല, മാറുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് അയാൾ അത് റിക്കവർ ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും അത് സഹായിച്ചിട്ടുണ്ട്. മക്കളോട് കുറച്ചുകൂടെ ഫ്രീ ആണ് അല്ലേ? മോളോട് കുറച്ചുകൂടെ മോളോടാണ് വർത്തമാനവും പിന്നെ എല്ലാ പുസ്തകങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വേറെ വല്ലതിനൊക്കെ യാത്രയെക്കുറിച്ച് എല്ലാം ഒരുപാട് സംസാരിക്കുന്ന മോളോടാണ്.